Hi children, welcome to chemistry class. നമുക്ക് പഠിക്കാൻ തുടങ്ങാം കെമിസ്ട്രി. നമുക്ക് ഇന്ന് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റ് യൂണിറ്റ് 1 ദ സോളിഡ് സ്റ്റേറ്റ് അതാണ് ഇന്ന് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു നേച്ചറിലുള്ള സബ്സ്റ്റൻസുകൾ, മാറ്റർ. എന്താണ് മാറ്റർ? പ്രപഞ്ചത്തിലുള്ള എന്തിനെ നമുക്ക് മാറ്റർ എന്ന് പറയാം. എനിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് കോൾഡ് മാറ്റർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചു മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ ഫേസുകളിലായിട്ടാണെന്ന്. അതിൽ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. അതായത് ഒരു സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഏത് പാർട്ടിക്കിൾസ് കൊണ്ടാണോ അതിനെ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്നാണ്. ഇപ്പൊ ഒരു സോളിഡിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ഫോർ എക്സാമ്പിൾ നമ്മള് ഐസ് എന്ന് പറഞ്ഞാൽ അതിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് വാട്ടർ മോളിക്യൂൾസ് ആണ്, H2O മോളിക്യൂൾസ്. പിന്നെ നമ്മള് നിത്യം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട്, കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്, അതിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് Na+ അയോണും Cl- അയോൺസും ആണ്. അതുപോലെ നമ്മുടെ പെൻസിലിന്റെ മുനയായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ്, അതിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് കാർബൺ ആറ്റംസ് ആണ്. അപ്പൊ നമ്മള് ഇനി സോളിഡിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാണ്. നമ്മുടെ ഈ ബോർഡ് ഒരു സോളിഡ് ആണ്. അപ്പൊ ഇവിടെ ബോർഡിന് വ്യക്തമായ ഷേപ്പ് ഉണ്ട്. അത് ഒക്കുപൈ ചെയ്യുന്ന സ്പേസിനെ പറയുന്ന വോളിയം, പിന്നെ അതിന് വ്യക്തമായ മാസും ഉണ്ട്. അതാണ് ഒരു പ്രോപ്പർട്ടി. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, വോളിയം ആൻഡ് മാസ്. പിന്നെ ഒരു സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ വളരെ ക്ലോസ് ആയിട്ട് അടുക്കിയാണ് പാക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കിൾസിനെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന് മോളിക്യൂൾസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ വെരി ഷോർട്ട്. മോളിക്യൂൾസിനെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ഹൈ. പിന്നെ പാർട്ടിക്കിൾസ് എല്ലാം മോളിക്യൂൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അതിലേക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഫിക്സഡ് പൊസിഷനിൽ ഓക്യുപൈ ചെയ്യും. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ. പിന്നെ പാർട്ടിക്കിൾസിനെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് അതിനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ പറ്റത്തില്ല. ദേ ആർ ഇൻകംപ്രസിബിൾ. കാഠിന്യം കൂടുതലാണ്, റിജിഡ്. These are the general characteristics of solid state. What are they? എന്നൂടെ പറയാം. Solids have definite shape, volume and mass. Constituent particles are closely packed. Therefore, intermolecular distance short. Intermolecular forces of attraction very high. And constituent particles have fixed position. And particles solid is incompressible and rigid. നമുക്ക് ഒരു സോളിഡിന്റെ, സോഡിയം ക്ലോറൈഡ് സോളിഡിന്റെ ഒരു പിക്ചർ കാണാം. ഒരു സോളിഡിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആണ് ഡോട്ട് കൊണ്ട്, ബ്ലൂ ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നതും റെഡ് ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നതും. ബ്ലൂ ഡോട്ട് Cl- അയോണും റെഡ് ഡോട്ട് Na+ അയോണുമാണ്. 2 അയോൺസും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന, കമ്പോസ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ പറയുന്നത് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്നാണ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ ഒരു ക്രിസ്റ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ, ആ നേച്ചർ ഓഫ് ഓർഡർ, ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ സോളിഡിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്, amorphous solid. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് based on the nature of arrangement of constituent particles. Solids are classified into 2 types, crystalline solid and amorphous solid. അതായത് നമ്മളിപ്പം ക്ലാസ്സിലെ
ടീച്ചർ ക്ലാസ്സിലുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെ അവരവരുടെ സീറ്റില്, ക്ലാസ്സിലെ മൊത്തം കുട്ടികളും അവരവരുടെ സീറ്റില് അങ്ങനെ ഓർഡേഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടുത്തെ പാർട്ടിക്കിൾസ്. അതേസമയം അതിന് പറയുന്നത് നമ്മൾ പറയും ക്ലാസ്സിന് മൊത്തം ഒരു ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറയും. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡില്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ടീച്ചർ ക്ലാസ്സിൽ ഇല്ലെങ്കിലോ കുറെ കുട്ടികൾ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പൊ കുറച്ച് സ്ഥലം വേക്കന്റ് ആയിട്ട് കിടക്കും, കുറച്ച് പേര് അവരവരുടെ സ്ഥാനത്ത് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണും. പക്ഷെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. അതാണ് അമോർഫസ് സോളിഡില് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ്സ് ആർ ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡില് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കൊരു അതിന്റെ അറേഞ്ച്മെന്റിൽ ഒരു പീരിയോഡിസിറ്റി കാണാം. ആ റിപ്പീറ്റഡ് റെഗുലർ അറേഞ്ച്മെന്റ് ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. In a crystalline solid, a regular and periodic arrangement of constituent particles which repeats periodically throughout the entire crystal. അതേസമയം അമോർഫസ് സോളിഡിന് ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. അതായത് എ റെഗുലർ ആൻഡ് റിപ്പീറ്റിംഗ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് ഓൺലി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. കുറച്ച് ഭാഗത്ത് മാത്രമേ നമുക്ക് റെഗുലർ ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അമോർഫസ് സോളിഡിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്, ക്രിസ്റ്റലൈൻ സോളിഡിന് ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന്. അതിന്റെ നമുക്കൊരു പിക്ചർ നോക്കി മനസ്സിലാക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിന് ലോങ് റേഞ്ച് ഓർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്, അമോർഫസ് സോളിഡിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അത് മനസ്സിലാക്കാനുള്ളൊരു പിക്ചറാണിത്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡിൽ പാർട്ടിക്കിൾസിനെ കുറേ ഏരിയയിൽ ഒരേ ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്, അത് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. അതായത് ലോങ് റേഞ്ച് ഓർഡർ മീൻസ് ദാറ്റ് ദർ ഈസ് എ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് which repeats itself periodically over the entire crystal. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന അമോർഫസ് സോളിഡ് ആണ്. അതിനൊരു ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. കുറച്ച് ഏരിയയിൽ മാത്രമേ ഓർഡേർഡ് ആയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ വേറൊരു അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ അമോർഫസ് സോളിഡ് ഈസ് there is short range order. That is in such that it means that the regular and periodically repeating pattern is observed over a short distance only. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞ ഒരു ശരിയായിട്ടുള്ള സോളിഡ് ആണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്. അതേസമയം അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡ് ആണ്. സ്യൂഡോ എന്ന് മീൻസ് ഫാൾസ്. അതുപോലെ അമോർഫോസ് എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ഷേപ്പ്ലെസ്, ഷേപ്പില്ലാത്തത് എന്നാണ്. അതുപോലെ നമ്മളിപ്പം ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, കോട്സ് എക്സെട്ര. അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ് റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് എക്സെട്ര. അപ്പൊ നമുക്കറിയാം റബ്ബറിന് വ്യക്തമായ ഒരു ഷേപ്പ് ഒന്നുമില്ല. അതേസമയം സോഡിയം ക്ലോറൈഡ്, നമ്മളിപ്പോ സോഡിയം ക്ലോറൈഡിന്റെ വലിയൊരു ബ്ലോക്ക് എടുക്കുക. ആ വലിയ ബ്ലോക്ക് എടുത്ത് നമ്മൾ അതിനെ ക്ലീവ് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പൊ എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാവും. ചെറിയ ചെറിയ പീസാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ പീസിനും ഡെഫിനിറ്റ് ക്ലീവേജ് പ്ലെയിൻ കാണാം. എന്ന് പറഞ്ഞാൽ ദേ അണ്ടർഗോ റെഗുലർ ക്ലീവേജ് വെൻ കട്ട് വിത്ത് ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾസ്. അതേസമയം നമ്മൾ ഗ്ലാസ് എടുത്ത് താഴോട്ടിട്ടാലോ തവിട് പൊടിയാവും, പൗഡർ ആയി. അപ്പം ഇറഗുലർ ക്ലീവേജിന് വിധേയമാവുന്നത്. അതൊരു ഡിഫറൻസ് ആണ്. Crystalline solids they have definite cleavage property, while amorphous solids do not have definite cleavage. They undergo irregular cleavage. അതുപോലെ ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് 801 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പം സോഡിയം ക്ലോറൈഡ് എടുത്താലും 801 ഡിഗ്രി സെൽഷ്യസിൽ സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അതേസമയം അമോർഫസ് സോളിഡിന് അപ്പം വാക്സ് ഒരു അമോർഫസ് സോളിഡ്, അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ടെമ്പറേച്ചർ ആണ്, മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേറൊരു ടെമ്പറേച്ചർ ആണ്. എന്ന് പറഞ്ഞാൽ ദേ മെൽറ്റ്സ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയും. ഇനി ഈ ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള ഡിഫറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ഉണ്ട്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് ആനൈസോട്രോപിക് ആണെന്ന് പറയും, അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണെന്ന് പറയും. എന്താണ് ആനൈസോട്രോപിസം, എന്താണ് ഐസോട്രോപിസം? അതായത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ആനൈസോട്രോപിസവും അമോർഫസ് സോളിഡിന്റെ ഐസോട്രോപിസവും മനസ്സിലാക്കാനായിട്ട്
നമുക്കൊരു പിക്ചർ നോക്കാം. അപ്പം നേരത്തെ കാണിച്ച പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 2ാമത്തെ പേജിലുണ്ട്. ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും കാണിക്കുന്നത്. ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 3ാമത്തെ പേജിലുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ അനൈസോട്രോപ്പിസം കാണിക്കുന്ന പിക്ചറാണിത്. അതായത് നമുക്ക് 2 ലൈൻസ് കാണാം, AB എന്നും CD എന്നും. AB ലൈനിൽ കൂടെ നോക്കിയാൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒരു രീതിയിൽ, CD അറേഞ്ച്മെൻറ്റിൽ കൂടെ ലൈനിൽ കൂടെ നോക്കിയാൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വേറൊരു രീതിയിലാണെന്ന് കാണാം. അപ്പം നമ്മൾ ക്രിസ്റ്റലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇവയെല്ലാം AB ഡിറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒരു വാല്യൂ കിട്ടും, CD ഡിറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വേറൊരു വാല്യൂ കിട്ടും. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഡിഫറെൻറ്റ് ഡിറക്ഷനിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്താൽ പല വാല്യൂസാണ് കിട്ടുന്നത്. അതിനാണ് പറയുന്നത് അനൈസോട്രോപ്പിസം. Crystalline solids are anisotropic in nature. That is, some of their physical properties like electrical resistance or refractive index show different values when measured along different directions in the same crystal. This is due to difference in the arrangement of particles in different direction. അതേസമയം അമോർഫസ് സോളിഡിൽ ഐസോട്രോപ്പിക് ആണ്. പല ഡിറക്ഷനിൽ മെഷർ ചെയ്താലും, അതായത് ഇറ്റ് ഹാസ് നോ ലോങ് റേഞ്ച് ഓർഡർ ഇൻ അമോർഫസ് സോളിഡ്സ്. അറേഞ്ച്മെൻറ്റ് ഈസ് ഇറഗുലർ അലോങ് ഓൾ ഡിറക്ഷൻ. Therefore the values of any physical properties would be same along any direction. Hence amorphous solids are said to be isotropic in nature. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ അമോർഫസ് സോളിഡിന്റെ ഡിഫറൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അമോർഫസ് സോളിഡ്സ് ആർ ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. രണ്ടാമത്തെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. Crystalline solids undergo cleavage along definite planes, while amorphous solids undergo irregular cleavage. അടുത്തത്, crystalline solids are anisotropic in nature, while amorphous solids are isotropic in nature. Crystalline solids are true solids and amorphous solids are pseudo solids. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഈ അമോർഫസ് സോളിഡിന് ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ലൈക്ക് ലിക്വിഡ്സ്. അമോർഫസ് സോളിഡിന്റെ സ്ട്രക്ചർ തന്നെ ലിക്വിഡ്സിനെ പോലെയാണ്. They have structure similar to those of liquids and they have a tendency to flow like liquids. അതായത് നമ്മുടെ പഴയ കെട്ടിടങ്ങളുടെയൊക്കെ വിൻഡോസിന്റെയും ഡോർസിന്റെയും ഒക്കെ ഗ്ലാസ് നോക്കിയാൽ താഴ്ഭാഗത്തിന് മേൽഭാഗത്തെക്കാളും കട്ടി കൂടുതലാണെന്ന് കാണാം. അതായത് the glass fans of windows and doors of all the buildings are found to be slightly thicker at the bottom portion than at the top portion. This is because glass is an amorphous solid and it flows down. പിന്നെ crystalline solid example എന്തൊക്കെയാ പറഞ്ഞത്? sodium chloride, quartz. Amorphous solid example wax, glass, rubber, plastic, etc. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിനെ വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനിടയിലുള്ള ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ 4ആയി തിരിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 types: ionic solid, metallic solid, covalent solid and molecular solid. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതായത് എന്താണ് അയോണിക് സോളിഡ്? അയോണിക് സോളിഡിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പേരിൽ തന്നെയുണ്ട്, അയോൺസ് ആണ്. അപ്പൊ നമ്മുടെ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട്, അതിലെ സോഡിയം ക്ലോറൈഡ് ആണ് ഫോർമുല. അപ്പൊ അതിലെ അയോൺസ് ഏതൊക്കെയാ? Na+ അയോൺ, Cl- അയോണുമാണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് Na+ അയോണും Cl- അയോണും വരും. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഓർ കുളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവ് ചാർജുള്ള അയോൺ കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള അയോൺ ആനിയോൺ.
Cations and anions are held together by electrostatic forces of attraction or Coulombic forces of attraction. അപ്പം ഈ വളരെ സ്ട്രോങ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ അയോണിക് സോൾട്ട് ഇതെല്ലാം വളരെ ഹാർഡാണ്. പിന്നെ അതിനെ പൊടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഹാർഡ് ആയതുകൊണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഇടുന്ന നമ്മളിപ്പോ കല്ലുപ്പൊടി പാത്രത്തിലെടുത്ത് അതിലെ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ പോത്തില്ല. കാരണം ions are not free to move. They are static. Therefore, they are non-conductors in the solid state. അതേസമയം ഉരുകിയ അവസ്ഥയിലും അതുപോലെ കറിവേപ്പിനെ എടുത്ത് വെള്ളത്തിൽ കലക്കിയാൽ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. കാരണം ions are free to move. But they conduct electricity in at molten state or in aqueous solution. These are the characteristic properties of ionic solid. എന്തൊക്കെയാണ്? Here, cations and anions are held together by electrostatic force of attraction or Coulombic force of attraction. They are very hard, brittle, they have high melting point and boiling point. And since ions are not free to move, they do not conduct electricity in solid state, but in molten state or in aqueous solution, or that is when they dissolved in water, the ions are free to move, therefore they conduct electricity. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തെ ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡില് എന്താണ് പഠിച്ചിട്ടുള്ളത്? നമ്മളെ മെറ്റൽസിന് എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതൊക്കെ മെറ്റാലിക് സോളിഡിന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ നമുക്കറിയാം മെറ്റൽസിലെല്ലാം ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് വളരെ ഫ്രീ ആണ്. അപ്പോഴ് മെറ്റൽ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ ആറ്റംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. കാരണം ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ ആണ് മെറ്റൽസ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോഴ് ഈ ഇവയുടെ ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതാണ് ഞാൻ ഈ നെഗറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസിന് ചുറ്റിനും മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എന്ന് പറഞ്ഞ പൂൾ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, സീ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസുകളുടെ ഒരു സീയിലാണ് ഈ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസ് കിടക്കുന്നത്. In metallic solids, positively charged metal atoms are present in a mobile free, in a sea of mobile free electrons. ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെയും കറന്റിനെയും ഹീറ്റിനെയും ഒക്കെ ഇത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദീസ് മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസ്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതുപോലെ നമുക്കറിയാം മെറ്റൽസിന് തിളക്കമുണ്ട്, മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, കളറുണ്ട്. അതിനെല്ലാം കാരണം ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ്. ദീസ് മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിയർ കളർ ആൻഡ് മെറ്റാലിക് ലസ്റ്റർ. അതുപോലെ മെറ്റൽസിനെയൊക്കെ അടിച്ചു പരത്താം. ദേ ആർ മാൻഡിബിൾ, വലിച്ചു നീട്ടി കമ്പിയാക്കാം, ഡക്റ്റൈൽ. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റാലിക് സോളിഡ്. ഒന്നുകൂടെ പറയാം, മെറ്റാലിക് സോളിഡിന് എന്തൊക്കെയാ പറഞ്ഞേ? മെറ്റാലിക് സോളിഡിന് എക്സാമ്പിൾ ആണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, കോപ്പർ, എക്സെട്ര. Here, positively charged metal atoms are present in a sea of mobile free electrons. Due to the presence of these mobile free electrons, metals are good conductors of heat, electricity. They have metallic luster and they have color. Metals are malleable and ductile. Name വേറൊരു അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കോവാലന്റ് സോളിഡ്. കോവാലന്റ് സോളിഡിന് എക്സാമ്പിൾ ആണ് പെൻസിലിന്റെ മുനയായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ്, അതുപോലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് നോൺ ഡയമണ്ട്, അതുപോലെ സിലിക്കൺ കാർബൈഡ് അബ്രാസീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അബ്രാസീവ് എന്ന് പറഞ്ഞാൽ ഹാർഡ് മെറ്റൽസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിലിക്കൺ കാർബൈഡ്. ഇതെല്ലാം കോവാലന്റ് സോളിഡിന് എക്സാമ്പിൾ ആണ്. അതായത് കോവാലന്റ് സോളിഡില് ഇപ്പൊ നമ്മുടെ ഗ്രാഫൈറ്റിൽ തന്നെ അതിലെ ആറ്റംസ് കാർബൺ ആറ്റംസ് ആണ്. അപ്പൊ അതിനിടയിൽ കോവാലന്റ് ബോണ്ട് ആണ്. ഇങ്ങനെ കോവാലന്റ് ബോണ്ട് കോവാലന്റ് ബോണ്ട് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ആറ്റംസ്. കോവാലന്റ് സോളിഡെല്ലാം മറ്റേപോലെ തന്നെ ഹാർഡ് ആണ്, അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ് കോവാലന്റ് സോളിഡ് എല്ലാം. ഇതിന്റെ ഇവയുടെ എല്ലാം മോളിക്യൂൾസിന് വളരെ ജെയിൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. Therefore, they are also നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്. Hence, this is also known as നെറ്റ്വർക്ക് സോളിഡ്. ദേ ആർ ജെയിൻഡ് മോളിക്യൂൾസ്. അതുപോലെ ഗ്രാഫൈറ്റിന്റെ ഡയമണ്ടിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രാഫൈറ്റ് സ്ലിപ്പറി ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കോവാലന്റ് സോളിഡിന്? That is, covalent bond is present between atoms. They are hard
and they have high melting point and they are insulators. Example, graphite, diamond, silicon, carbide. അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത് മോളിക്കുലാർ സോളിഡ് ആണ്. മോളിക്കുലാർ സോളിഡിനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. മോളിക്കുലാർ സോളിഡ് ഈസ് again classified into 3 types. ഒന്നാമത്തെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, രണ്ടാമത്തെ പോളാർ മോളിക്കുലാർ സോളിഡ്, മൂന്നാമത്തെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്താണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്? അതായത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിൽ ഒന്നുകിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഹീലിയം അല്ലെങ്കിൽ ആർഗൺ പോലുള്ള ആറ്റംസ് ആകാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ, ക്ലോറിൻ പോലെയുള്ള മോളിക്യൂൾസ് ആകാം. അപ്പൊ ഇവിടെ ഐഡന്റിക്കൽ ആറ്റംസ് ആ ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ടും ഹൈഡ്രജൻ. അപ്പൊ അതിനിടയിലുള്ള ബോണ്ട് ഇലക്ട്രോൺസിനെ മ്യൂച്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. അതൊക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് പോളോ നെഗറ്റീവ് പോളോ ഇല്ല. അതുകൊണ്ട് ഇതൊരു നോൺ പോളാർ കോവാലന്റ് ബോണ്ടാണ്. ക്ലോറിൻ മോളിക്യൂളിലും അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ ഈ ആറ്റംസിനിടയ്ക്ക് ഒന്നുകിൽ ആറ്റംസ് ആകാം അല്ലെങ്കിൽ മോളിക്യൂൾസ് എങ്ങനെ ഫോം ചെയ്യുന്നതാകാം? നോൺ പോളാർ കോവാലന്റ് ബോണ്ട് വഴി ഫോം ചെയ്യുന്ന മോളിക്യൂൾ ആകാം. പോസിറ്റീവ് പോളോ നെഗറ്റീവ് പോളോ ഇല്ല. മ്യൂച്വൽ ഷെയറിംഗ്, ഇലക്ട്രോൺസിനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ട്. അപ്പൊ ഈ ആറ്റംസിനിടയിൽ അല്ലെ ഈ മോളിക്യൂൾസുകൾക്കിടയിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് വീക്ക് ആയിട്ടുള്ള ഡിസ്പേർഷൻ ഫോഴ്സ് ആവാം. അതിന് വേറൊരു പേരാണ് ലണ്ടൻ ഫോഴ്സസ്. ഇവരെല്ലാം സോഫ്റ്റ് ആണ്, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. They are soft, they have low melting point and they are insulators. മിക്കവാറും ഇവയെല്ലാം ഒന്നുകിൽ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും റൂം ടെമ്പറേച്ചറിൽ. What are the properties of non-polar molecular solid? Here, constituent particles may be atoms like helium, argon, or they may be molecules which are formed by non-polar covalent bonds. Molecules such as hydrogen or chlorine. Here, the attractive force between atoms or molecules is very weak dispersion forces or London forces. And molecules, they are very soft, they have low melting point and they are insulators. At room temperature, they may be liquids or gaseous state. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ HCl, അതുപോലെ സോളിഡ് സൾഫർ ഡൈ ഓക്സൈഡ്, ഇവയില്ലാത്ത ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിനെ പറയുന്നത് പോളാർ കോവാലന്റ് ബോണ്ട് എന്നാണ്. അപ്പോൾ പോളാർ മോളിക്കുലാർ സോളിഡ് ഈസ് ഫോംഡ് ബൈ മോളിക്യൂൾസ് വിച്ച് ആർ ഫോംഡ് ബൈ പോളാർ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ atoms having different electronegativity. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് പോളാർ മോളിക്കുലാർ സോളിഡ്. അപ്പൊ ഇവിടെ അടുത്തടുത്ത രണ്ട് പോളുണ്ട്, പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും. അടുത്ത മോളിക്യൂളും വരുമ്പോൾ പോസിറ്റീവ് പോൾ നെഗറ്റീവ് പോൾ. അപ്പൊ രണ്ട് അടുത്തടുത്ത മോളിക്യൂൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് dipole forces ആണ്. The molecules are held together by dipole forces. അതെന്ന് പറയുന്ന ലണ്ടൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ്, which is stronger than London forces. അതുകൊണ്ട് ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും കൂടുതലാണ്. Their melting points are higher than non polar molecular solid. They are also very soft. They exist in liquid or gaseous state at room temperature. They are also insulators. അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോൾഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ഐസിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതായത് ഈ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനും അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ നൈട്രജൻ അല്ലെ ഓക്സിജൻ അല്ലെ ഫ്ലൂറിൻ അതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. These molecules are formed by hydrogen bonds between polar hydrogen bond between hydrogen and most electronegative atoms like oxygen, nitrogen or fluorine. The strong hydrogen bonds are present between water molecules in ice. They are also hard. They are also volatile liquid or soft solid. These are the classification of crystalline solid. For classification of crystalline solid are classified into 4 types.
ഏതൊക്കെയാ? അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ് ആൻഡ് മോളിക്കുലാർ സോളിഡ്.